എല്ലാവർക്കും നമസ്കാരം. EG ബയോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു പങ്ക്തിയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. സാധാരണയായി ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ പരിഗണിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജർമ്മനിയിലെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ള പുതിയൊരു പങ്ക്തി ആരംഭിക്കുകയാണ്. ജർമ്മനിയിൽ ഹയർ സ്റ്റഡീസിന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് APS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ APS സർട്ടിഫിക്കേഷൻ എന്നുള്ളത്. ആർക്കും ആദ്യമായിട്ട് എന്താണ് APS? APS എന്ന് പറയുന്നത് ജർമ്മൻ എംബസിയുടെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. APS ബാധകമായിട്ടുള്ളത് നിങ്ങളുടെ പഠനം നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് 3 രാജ്യങ്ങളിൽ നിന്നാണെങ്കിലാണ്. ചൈന, വിയറ്റ്നാം, ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇത് ബാധിക്കും. APS എന്താണ് ചെയ്യുക? നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് ഇത് ഒറിജിനൽ ആണ് എന്ന് ഒതന്റിക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർ പുതിയൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ VFS വിസ സെന്ററിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഈവൻ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് ഈ APSന്റെ നമ്പർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരും ആദ്യം ചെയ്തിരിക്കേണ്ട ഒന്നാണ് APS സർട്ടിഫിക്കേഷൻ എന്നുള്ളത്. പക്ഷെ ആർക്കൊക്കെയാണ് APS സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്, ആർക്കൊക്കെയാണ് എക്സെപ്ഷൻസ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ജനറലി ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന് APS നിർബന്ധമാണ്. ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് പറയാം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ സ്റ്റഡീസ്, നിങ്ങൾ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ആണ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങളുടെ സ്റ്റഡീസ് സ്പോൺസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ജർമ്മൻ ആയിട്ടുള്ള അല്ലെങ്കിൽ EU ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് APS സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. രണ്ടാമത്തേത്, നിങ്ങൾ ഒരു ഡോക്ടറൽ കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു PhD സ്റ്റുഡൻ്റ് ആണ്. ആ സമയത്തും നിങ്ങൾക്ക് APS സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നില്ല. മറ്റൊരു കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് APS സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. മറ്റെല്ലാ കേസുകളും, മോസ്റ്റ് ഓഫ് ദി കേസസിലും നിങ്ങൾക്ക് APS സർട്ടിഫിക്കറ്റ് നെസസറി ആണ്. വിസ പ്രോസസ്സിന് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരും. ചില സമയങ്ങളിൽ ബാച്ചിലർ സ്റ്റഡീസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചില പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ് ഉണ്ട്. സ്റ്റുഡൻറ് കോളേജ് എന്ന് നമ്മൾ പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ആവശ്യമാണ് APS സർട്ടിഫിക്കറ്റ്. പക്ഷെ നിങ്ങൾ ആ APS പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫൈനൽ എക്സാം പാസ്സായി അതിനുശേഷം നിങ്ങൾക്ക് ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് APS സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല. സോ ബാച്ചിലർ സ്റ്റഡീസിനും മാസ്റ്റർ സ്റ്റഡീസിനും അതുപോലെ പ്രിപ്പറേറ്ററി കോളേജിനും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന് APS സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഡോക്ടറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ APS സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ആണ്, പക്ഷേ നിങ്ങൾക്ക് EU ഫണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജർമ്മൻ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് APS സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. APSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് APS ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. APSindia.de. ഈ വെബ്സൈറ്റിൽ തന്നെയാണ് നമ്മൾ APSന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ കൂടുതൽ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്. ചെക്ക് ലിസ്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ചും അതുപോലെ FAQസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ട ഡോക്യുമെന്റ്സിന്റെ ചെക്ക് ലിസ്റ്റുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ സർട്ടിഫൈ ചെയ്യേണ്ടത് 2 തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഒന്ന് നിങ്ങളുടെ സ്റ്റഡി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യണം. ഇത് കൂടാതെ സർട്ടിഫൈ ചെയ്യേണ്ടത് ചിലപ്പോൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഒന്നുകിൽ ജർമ്മൻ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. ഉദാഹരണമായിട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ TOEFL എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ IELTS എടുത്തിട്ടുണ്ടാവും. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാവും. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് APSന് അയക്കാവുന്നതാണ്, അവരതും സർട്ടിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്, ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുക. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാം. കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഫീ ട്രാൻസ്ഫർ ചെയ്യണം. APSന് ഒരു ബാങ്ക് ട്രാൻസ്ഫർ നടത്തണം. ആ ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ കോപ്പി, അതുകൂടാതെ നിങ്ങളുടെ ID കാർഡുകൾ, ഉദാഹരണമായിട്ട് പാസ്പോർട്ട്, ആധാർ കാർഡ്,
ക്ലാസ് 12ന്റെ മാർക്ക് ഷീറ്റ്, പ്രധാനമായിട്ടും നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യേണ്ട ബാച്ചിലേഴ്സ് ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, ഇത് കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഇത് കൂടാതെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, അതാണ് നമ്മുടെ ടോഫൽ അല്ലെങ്കിൽ IELTS അല്ലെങ്കിൽ ജർമ്മൻ പ്രൊഫഷ്യൻസി സർട്ടിഫിക്കറ്റ്. ഇതിനുശേഷം APS ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇതൊരു ലോങ് പ്രോസസ്സാണ്. APS സാധാരണയായിട്ട് 6 മാസത്തിന് മുകളിലൊക്കെ എടുക്കാറുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇല്ല, നിങ്ങൾ +2 ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഒന്നുകിൽ ബാച്ചിലേഴ്സ് പെർസ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി കോളേജിന് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ +2 മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇത് അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെസ്റ്റ് AS എക്സാം ആണ്, അതിന്റെ റിസൾട്ട്സ് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ടെസ്റ്റ് ASന്റെ സർട്ടിഫിക്കേഷൻ വേണം. ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളത്, നിങ്ങൾ ക്ലാസ് 12 JEE മെയിനും അഡ്വാൻസും പാസ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് AS ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ JEE മെയിൻ്റെയും അഡ്വാൻസിന്റെ പ്രൂഫാണ്. അതിന്റെ അഡ്മിറ്റ് കാർഡിനോടൊപ്പം ആ പ്രൂഫ് കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. APS ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. APS നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് APS ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്, aps-india.in. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അറ്റ് ദി എൻഡ് നിങ്ങൾ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജർമ്മൻ എംബസിയുടെ പേരിലാണ്. 18,000 INR ആണ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീ. അതിനുശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുക്കുക, അതുപോലെ തന്നെ ബാങ്കിന്റെ റെസിപ്റ്റ്, ബാങ്ക് ട്രാൻസ്ഫറിന്റെ റെസിപ്റ്റ് എടുക്കുക. അതുകൂടാതെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ഈ കാറ്റഗറിയിലുള്ള ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് നമ്മൾ സംസാരിച്ചു, ആ ഡോക്യുമെന്റ്സ് എല്ലാം ചേർത്ത് ലെറ്റർ പോസ്റ്റ് ആയിട്ടോ കൊറിയർ ആയിട്ടോ ന്യൂഡൽഹിയിലുള്ള അഡ്രസ്സിലേക്ക്, APS ഇന്ത്യയുടെ അഡ്രസ്സിലേക്ക് അയക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, APS ഇന്ത്യ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ പോലും കൊറിയർ ആയിട്ടോ പോസ്റ്റ് ആയിട്ടോ മാത്രമേ അവർ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നുള്ളൂ. മറ്റൊന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ പ്രോസസ്സിംഗ് ടൈമിനെ കുറിച്ചാണ്. വളരെ ലോങ് ആണ്. APS ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ APS സർട്ടിഫിക്കറ്റിനുള്ള വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 6 മാസത്തോളം എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫാസ്റ്റർ വെരിഫിക്കേഷൻ ആയിട്ട് ചില ടിപ്സുകൾ പറയാവുന്നതാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ പ്രൊഫസേഴ്സിന്റെ മെയിൽ കൊടുക്കുക, നിങ്ങളുടെ ബാച്ചിലേഴ്സ് ചെയ്തിരുന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിന്റെ മെയിൽ കൊടുക്കുക, അവരതിനെ കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുമായിട്ട് നിങ്ങൾ നേരത്തെ പറയുക നിങ്ങൾ APSന് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഡിലേ ഉണ്ടാവാതിരിക്കാൻ. എന്നിരുന്നാലും APS എന്ന് പറയുന്നത് ലോങ് പ്രോസസ്സിംഗ് ടൈമുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക. എല്ലാവിധ ആശംസകളും. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും കൊളീഗ്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക.